ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹമാണ്. കഴിഞ്ഞ ഞായറാഴ്ച സഹായവും കഴിഞ്ഞ് നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ദൈവത്തിന് വലിയ കൃപ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ ആയുസ്സിലോ ആരാധന കൂടെ കർത്താവ് ദാനമായിട്ട് നൽകി. വിശേഷിച്ച് ഇന്ന് അതിഥികളായി കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തമ്പുരാനിടയാകുന്ന അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുക. വളരെ പരിമിതമായ സമയമാണ് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാരംഭത്തിൽ വേർതിരിച്ചിരിക്കുന്നത്. റാണിയിൽ നിന്ന് ബഹുമാനായ കർത്താവിന്റെ ദാസനും നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ ദാസനും ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങളിൽ ഈ പകൽക്കാലം വേർതിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ദൈവമക്കൾക്ക് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ദൈവിക വിടുതലിന്റെ സാക്ഷികളും അതുപോലെ തന്നെ വചനത്തിൽ നിന്നുള്ള വിലപ്പെട്ട സന്ദേശങ്ങളും ഒക്കെ കേട്ട് നാം ദൈവസഭയിലായിരിക്കുന്ന സമയങ്ങളിൽ കർത്താവിന്റെ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുവാൻ ദൈവമടയാക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ പാദപടങ്ങളായിരിക്കും. 77 സങ്കീർത്തനമാണ് ഇന്ന് ധ്യാനത്തിന് വേണ്ടി നാം തെരഞ്ഞെടുത്തിരിക്കുന്നത്. 2-ാം വാക്യമാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽക്കാലം പ്രബോധനം നൽകേണ്ടതിനായി എന്റെ ഹൃദയത്തിൽ അധികമായി പ്രേരണ നൽകി. 77-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കും. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. രാത്രിയിൽ എന്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. എന്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. 2-ാം വാക്യത്തിൽ 3 വാചകങ്ങളാണ്. കഷ്ടദിവസത്തിൽ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു. സ്വാഭാവികമായി കഷ്ടങ്ങൾ ഏറി വരുമ്പോൾ, പ്രയാസങ്ങൾ ഏറി വരുമ്പോൾ, ദുഃഖവും വേദനയും ജീവിതത്തിൽ അധികമായിട്ടുണ്ടാകുമ്പോൾ ആശ്വാസത്തിന് പകരമായി വ്യാകുലതയാണ് ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത്. ദൈവമക്കളുടെ ജീവിതത്തിലും ലോകത്തുള്ള സമസ്ത ജനവിഭാഗങ്ങളുടെ ജീവിതത്തിലും കഷ്ടങ്ങൾ ഏറി വരുമ്പോൾ ആകുലതയാണ് സ്വാഭാവികമായി ഉണ്ടാകാറുള്ളത്. എന്നാൽ കഷ്ട ദിവസത്തിൽ സങ്കീർത്തനക്കാരൻ ചെയ്ത 2 കാര്യം: ദൈവത്തെ അന്വേഷിച്ചു. ദൈവത്തെ എപ്പോൾ അന്വേഷിച്ചാലും അന്വേഷിക്കുന്നവർ ദൈവത്തെ കണ്ടെത്തും. അന്വേഷിക്കുന്നവർക്ക് മറഞ്ഞിരിക്കുന്നവനല്ല നമ്മുടെ ദൈവം. മുട്ടുന്നവർക്ക് വാതിൽ തുറക്കാത്തവനുമല്ല നമ്മുടെ ദൈവം. ഇനി അന്വേഷണത്തിന്റെ രീതി രാത്രിയിൽ കൈ തളരാതെ മലർത്തി പ്രാർത്ഥനയെയാണത് കാണിക്കുന്നത്. ഒന്ന് ശരീരത്തിൽ കഷ്ടതയാണ്, കഷ്ടതയേറി വരുമ്പോൾ മനസ്സിന് അസ്വസ്ഥതയാണ്. അപ്പോൾ സ്വാഭാവികമായി പ്രാർത്ഥിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ കഷ്ടകാലത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന തിരിച്ചറിവുള്ള ഭക്തൻ കൈകൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുവാൻ നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല, കഷ്ടത്തിനടുത്തുള്ള നീ മാത്രമാണ്. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിച്ചു. എന്തുകൊണ്ടാണ് കഷ്ടകാലത്ത് അനേക ആളുകൾ പിറുപിറുക്കുമ്പോൾ, കഷ്ടത ഏറി വരുമ്പോൾ ചിലരൊക്കെ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്, അവസാനം എനിക്ക് തന്നെ കിട്ടിയത് എന്ന് പറഞ്ഞ് പുസ്തകം മടക്കി വെച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ഈ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കാനുള്ള കാര്യം, അവൻ ഒരു കാര്യം പറയാം: എന്റെ ദൈവം കഷ്ടകാലത്ത് അടുത്ത് തുടങ്ങി. കഷ്ടതയിൽ ഞാനാകുമ്പോൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നവനല്ല എന്റെ ദൈവം, അവൻ എന്നോട് ഏറ്റവും അടുത്ത്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരാളോട് എത്രമാത്രം അടുത്ത്
എന്റെ കഷ്ടകാലത്ത് അത്രത്തോളം എന്നോട് അടുത്തിരിക്കുന്നവരാണ് എന്റെ ദൈവം. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിലെ ചില ഭാഗങ്ങൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ്. യേശുക്രിസ്തു ലോകത്തായിരുന്നപ്പോൾ തന്നെ ശിഷ്യന്മാരോടും ഇന്ന് ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടുമായിട്ട് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. രണ്ടാമത് കർത്താവ് പറഞ്ഞ വാക്ക്, നിങ്ങൾ ധൈര്യപ്പെടണം. സാധാരണ കഷ്ടത്തിൽ ധൈര്യം കുറഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ കഷ്ടത്തിൽ തളർന്നു പോകരുത്, ധൈര്യപ്പെടണം. കാരണം ഈ എല്ലാ കഷ്ടങ്ങളെയും അതിജീവിച്ച് ജയിച്ചവനായ ഞാൻ നിങ്ങളോട് കൂടെ. ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് ഒരു കഷ്ടതയിലും നിങ്ങൾ തളർന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടക്കും. കഷ്ടതയുടെ വലിയൊരു സമുദ്രത്തോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരിമിതിയില്ലാത്ത, ആഴങ്ങൾ അളർന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത, പെട്ടെന്ന് നീന്തിക്കടക്കുവാൻ കഴിയാത്ത ഒരു വലിയ കഷ്ടതയുടെ സമുദ്രത്തിന്റെ മുൻപിലുണ്ട്. എന്നാൽ അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ സമുദ്രത്തിലെ ഓളങ്ങളൊന്നും നിന്നെ മുക്കിക്കളയും. ഈ കഷ്ടതയാകുന്ന സമുദ്രത്തിലൂടെ കടക്കും എന്ന് പറഞ്ഞാൽ ഈ കഷ്ടകാലത്ത് നീ അതിജീവിക്കും. ഈ കഷ്ടകാലത്ത് നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. ദൈവത്തിന് സ്തോത്രം. 23-ാം സങ്കീർത്തനത്തിലെ വാക്യം 4-ാം വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതും കാണാതെ അറിയുന്ന വാക്യമാണ്. കൂരിരുൾ താഴ്വരയിലൂടെ നടക്കും, നടക്കേണ്ടി വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവിടെ നിന്ന് നിന്നെ നരയിക്കുവാൻ എന്നെ ദൈവം അനുവദിക്കും. ഈ കഷ്ടതയിലൂടെ, കൂരിലൂടെ നടന്ന് 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 നിനക്ക് ഒരിക്കൽ പോലും ഭാവന കാണാൻ പറ്റാത്ത ശ്രേഷ്ഠമേറിയ മഹത്വത്തിലേക്ക് നടന്ന് കയറും. എന്ന് പറഞ്ഞാൽ ഈ കൂരിനകത്ത് ഒഴുകിപ്പോകുവാൻ ദൈവം അനുവദിക്കുന്നവനല്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, നീ വെള്ളത്തിൽ കൂടെ കടക്കും. വെള്ളം എന്നുള്ളത് കഷ്ടതയെ കാണിക്കുക. കഷ്ടതയാകുന്ന വെള്ളം നിന്നെ ഒരിക്കലും മുക്കിക്കളയില്ല. ദൈവത്തിന് സ്തോത്രം. നദിയിലൂടെ കഷ്ടത അതിന്റെ പാരമ്യത്തിൽ എത്തിച്ചേരും. അപ്പൊ ചെറിയ കഷ്ടത കൊണ്ട് കഷ്ടകാലം തീരുമെന്ന് വിചാരിക്കരുത്. ഒരാളുടെ ജീവിതത്തിൽ കഷ്ടത എത്രയധികം വർദ്ധിക്കാമോ അത്രയധികം വർദ്ധിക്കാം. കഷ്ടതയുടെ പാരമ്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷെ ഈ കഷ്ടതയിൽ നീ മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കുന്നവനല്ല. വീണ്ടും സംഘാലിക പ്രവാചകൻ പറയുകയാണ്, നീ തീയിൽ കൂടെ കടക്കും. തീ ഒരു ശോധനയെ കാണിക്കുന്നു. പല മൂലകങ്ങളെയും ശുദ്ധീകരിക്കുവാൻ വേണ്ടി, അതിനെ അഴുക്കിനെ മാറ്റുവാൻ വേണ്ടി തീയിലൂടെ കടത്തി. സ്തോത്രം. ആ ശോധനയുടെ നടുവിൽ നീ തകർന്നു പോകില്ല, നിന്നെ ദഹിപ്പിച്ച് കളയില്ല. നീ കഠിനമേറിയ ശോധന, അഗ്നിജ്വാല, അത് ശോധന മാത്രമല്ല, കഠിനമേറിയ, സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണെന്ന് നാം ചിന്തിക്കുന്ന കഠിനമേറിയ ശോധനയിലൂടെ പോകേണ്ടി വന്നാലും നീ നശിക്കാതെ നീ പുറത്തു വരും. നീ എങ്ങനെയാണ് പുറത്തു വരുന്നത്? സ്തോത്രമലിയത്തിന്റെ കീടങ്ങളെല്ലാം മാറി തനിത്തങ്കമായി പുറത്തു വരും. ഈ വാക്യങ്ങളെല്ലാം ദൈവമക്കളെ നമ്മളെ ഈ പകൽക്കാലം പ്രബോധിപ്പിക്കുന്നത്, ഇതെല്ലാം ജീവിതത്തിലുണ്ടാകും. കഷ്ടതയുണ്ടാകും, കൂരിരുളുണ്ടാകും, ശോധനകളുണ്ടാകും. പക്ഷെ ഇവകളൊന്നും നമ്മെ തകർത്ത് കളയും. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ, ശോധനകൾ എന്ത് വന്നാലും ഇവകൾക്കൊന്നും എന്നെ തകർക്കാൻ പറ്റില്ല, എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇവയെല്ലാം ജയിച്ച് ഞാൻ മുന്നേറും. ഇപ്പൊ കഷ്ടകാലം വരുമ്പോൾ പുതിയ വിശ്വാസി ചെയ്യേണ്ട ഒരു കാര്യം യാക്കോബ് 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. കഷ്ടം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവത്തിന്
അപ്പൊ കഷ്ടകാലം എന്നുള്ള പിറുപിറുപ്പിന്റെ രാത്രികളാണ് അനേക പ്രിയപ്പെട്ടവർക്ക്, ആകുലതയുള്ള ദിവസങ്ങളാണ് പല പ്രിയപ്പെട്ടവർക്ക്. എന്നാൽ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ കഷ്ടകാലം സ്തോത്രം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന നിമിഷങ്ങളായി മാറുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. സാധാരണയായി കഷ്ടകാലത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അധികം മടുപ്പ് വരുന്ന സമയമാണ് കഷ്ടകാലം. ഇതറിയാവുന്ന കർത്താവ് നമ്മളോട് പറഞ്ഞു, പ്രാർത്ഥനയിൽ എന്ത് ചെയ്യരുത്, മടുത്ത് പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. കഷ്ടകാലത്ത് എന്ത് ചെയ്യരുത്, മടുത്ത് പോകരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായം പലപ്പോഴും നമ്മൾ ധരിക്കുന്ന ഒരു ധാരണ തിരുത്തുന്ന ഒരു യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്ന അധ്യായമാണ്. കഷ്ടത ദുഷ്ടനും നീതിമാനും ഉണ്ട്. 10-ാം അധ്യായത്തിന്റെ പ്രധാന പ്രബോധനം അതാണ്. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ പ്രബോധനം, കഷ്ടത എന്നുള്ളത് ആരുടെയും കുത്തകയല്ല. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കഷ്ടത വരില്ല എന്ന് ആരും ചിന്തിക്കണം. ദുഷ്ടനും നീതിമാനും എന്തുണ്ട്, കഷ്ടത ഉണ്ട്. വിശ്വസിച്ചോ ദൈവത്തിന്റെ പേരിൽ രണ്ടു കൂട്ടർക്കും കഷ്ടത. എന്നാൽ വ്യത്യാസം എന്താണെന്നറിയാമോ? ഒരു കൂട്ടർ കഷ്ടതയിൽ വ്യാകുലപ്പെട്ട് പിറുപിറുത്ത് ജീവിതം സമാധാനമില്ലാതെ അസ്വസ്ഥമായി മാറുമ്പോൾ കഷ്ടകാലത്തിന്റെ ഭക്തന്മാർക്ക് ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ആശ്വസിക്കാൻ, കഷ്ടത എന്നുള്ളത് ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഓരോരുത്തർക്കും സഹിക്കാവുന്നതിന്റെ പരിധി മനസ്സിലാക്കിയ ദൈവം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കഷ്ടതയാണ് തന്നിരിക്കുന്നത്. ഒരാൾക്ക് കഷ്ടത ഏറ്റവും ഏറി വരികയാണ്. ആത്മീയകോളത്തിൽ ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ എന്നും ദുരിതമാണ്, എന്നും കഷ്ടതയാണ്, ഏതാണ്ട് ഭയങ്കര ബന്ധനമാണെന്ന് ചിന്തിക്കുന്ന ആള്. ദൈവത്തിന്റെ സ്തോത്രം. കഷ്ടത നിനക്ക് ഏറ്റവും കൂടുതലാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, മറ്റാർക്കും ഇല്ലാത്ത കൃപയും നിന്നെ. കൃപ കൂടുതലുള്ളവർക്ക് ദൈവം കഷ്ടത കൂടുതലാണ്. അപ്പൊ കഷ്ടത കൂടുതലാണെങ്കിൽ എനിക്ക് മാത്രം എന്താണ്, എന്റെ വീട്ടിൽ മാത്രം എന്താണ് എന്നല്ല ചിന്തിക്കേണ്ടത്. ഈ സഭയിൽ മറ്റാർക്കും ഇല്ലാത്ത ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ കൃപയും ദൈവം അയക്കുന്നുണ്ട്. ഏറ്റവും അധികം പ്രയാസകരമായ രോഗിക്കാണ് ഒരാശുപത്രിയിൽ ഏറ്റവും കൂടുതൽ കെയർ. തലവേദനയും ജലദോഷമൊക്കെ ആയിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ഉത്തരവാദിത്തപ്പെട്ടവരെ ചീട്ടെടുക്കാൻ പറയും. ചീട്ടെടുത്തോണ്ടിരുമ്പോൾ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യാൻ പറയും. എന്നാൽ നമ്മൾ വളരെ രോഗിയായ ഒരു ആംബുലൻസിലാണ് ചെല്ലുന്നതെന്ന് വിചാരിക്കുക. ആംബുലൻസിലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമുക്ക് നല്ല സ്വീകരണം. നമ്മുടെ വണ്ടി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ടുപോകുവാനുള്ള വാഹനമായിട്ട് രണ്ടുപേർ ഓടി വരും. പെട്ടെന്ന് അവിടെയുള്ള സംവിധാനം മുഴുവൻ ഉണരും. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ കെയർ. സാധാരണ വാർഡിൽ കിടക്കുന്ന രോഗിക്ക് ആ വാർഡിൽ 10-20 രോഗികൾ ഉണ്ടെങ്കിൽ 2-3 നേഴ്സുമാരെ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ICUലാണ് കിടക്കുന്നെങ്കിൽ ഒരു രോഗിക്ക് ഒരു നേഴ്സ് അവരെ 24 hours വരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആരെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ കഷ്ടതയിലൂടെയാണ് ഞാൻ പോകുന്നത്, ഏറ്റവും വലിയ ദുരിതത്തിലൂടെയാണ് പോകുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഒരു നിമിഷം പോലെ ഇടവിടാതെ ദൈവത്തിന്റെ കരവും കഷ്ടത വർദ്ധിക്കുമ്പോഴാണ് ദൈവം ഏറ്റവും അടുത്ത് തുണയാകുന്നത്. കഷ്ടത കൂടുമ്പോഴാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ സാന്നിധ്യം തിരിച്ചറിയുന്നത്, ദൈവത്തിന്റെ വിടുതൽ തിരിച്ചറിയുന്നത്, ദൈവ സ്നേഹം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ആരും പിറുപിറുക്കരുത്, കഷ്ടകാലത്ത് മടുത്തു പോകരുത്. സ്തോത്രം. ദൈവം എന്നോട് ഏതെങ്കിലും അനീതി ചെയ്യുന്നത് പോലെ ആർക്കും തോന്നരുത്. ദൈവം എപ്പോഴും നിന്നോട് കൂടെയുള്ള നിമിഷങ്ങളാണ് ജീവിതത്തിലെ കഷ്ടകാലം. അതറിയാവുന്ന സങ്കീർത്തനക്കാരൻ കഷ്ട ദിവസത്തിൽ ദൈവത്തെ എന്ത് ചെയ്തു? അന്വേഷിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. സാധാരണയായി ആദ്യോളത്തിൽ
ചില ആളുകളൊക്കെ പറയുന്നതും പ്രസംഗിക്കുന്നതും കേട്ടിട്ടുണ്ട്. വിശ്വാസികൾക്ക് കഷ്ടതയില്ല എന്നും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാനും ദുരിതം അനുഭവിക്കാനും അല്ല ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ഒരിക്കലും ചെയ്യുന്നവനുമല്ല. വിശ്വാസികൾക്ക് കഷ്ടത ഉണ്ടാവുകയില്ല എങ്കിൽ കഷ്ടത ഉണ്ടാകാതിരിക്കേണ്ട വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരേ ഒരു വ്യക്തിയാണ് ഇയ്യോബ്. ഇയ്യോബിനെ പോലെ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച മറ്റൊരാളാണ്. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം അറിയാവുന്ന വാക്യമാണല്ലോ. ദൈവം അവനെ കുറിച്ച് പറയുന്ന സ്തോത്രം ചില കാര്യം. ഒന്ന്, നിഷ്കളങ്കൻ ആയിരുന്നു, നേരുള്ളവൻ ആയിരുന്നു, യഹോവ ഭക്തനായിരുന്നു, ദോഷം വിട്ട്. ഇതിൽ ഒന്നെങ്കിലും നമ്പരാൻ നമ്മളെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ സ്നേഹം കൊണ്ട് കർത്താവായി കർത്താവ് യഥാർത്ഥമായി പറയുകയാണ്, എന്റെ ദാസനായ ഇയ്യോബ് നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, യഹോവ ഭക്തനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്. അപ്പൊ ദൈവങ്ങൾക്ക് കഷ്ടത വരികയില്ല എങ്കിൽ ആർക്കാണ് കഷ്ടത വരാതിരിക്കേണ്ടത്? ഇയ്യോബിന്. മനസ്സിലാകുന്നു നിങ്ങൾക്ക്? കഷ്ടത അവിശ്വാസത്തിൽ ഉള്ളവർക്ക് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, ഇയ്യോബിന് ഒരു കാരണവശാലും കഷ്ടത വരാൻ സാഹചര്യമില്ല. ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവൻ. ദൈവം സാക്ഷ്യം പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം. സാത്താനും അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായം 9-ാം വാക്യം വരുമ്പോ സാത്താൻ പറയാണ്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നു. അങ്ങനെയെങ്കിലും ഈ സാത്താൻ ഒരാളെ കുറിച്ചെങ്കിലും ദൈവഭക്തനാണെന്ന് പറഞ്ഞല്ലോ. അവൻ അപവാദിയാണ്. ആരെ കുറിച്ച് അപവാദം? ഒരു നല്ല കാര്യം ഇന്ന് വരെ പിശാച് ലോകത്തിൽ ആരെ കുറിച്ച് പറഞ്ഞ ആ പിശാച് പോലും ഇയ്യോബിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അവൻ ദൈവഭക്തനാണ്. ഇന്നുപോലെ കാര്യം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അത്ര ഭക്തിയോടെ ജീവിച്ച ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയുടെ കഠിന ശോധന. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, തന്റെ മക്കൾ തനിക്ക് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. ഇനി സമ്പത്തും ആരോഗ്യവും എല്ലാം നഷ്ടമായാൽ കുടുംബജീവിതം അനുഗ്രഹമാണെങ്കിൽ അവസാനം ആ സഹോദരി വരെ ഇയ്യോബിനെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ സ്തോത്രം. ഇത് പകൽക്കാലം ദൈവജനമേ നാം മനസ്സിലാക്കിയിരിക്കണം. എല്ലാം നഷ്ടമായ കഠിനമേറിയ വേദനയിലൂടെ ഇയ്യോബ് കടന്നു പോകേണ്ടി വന്നു. ഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കഷ്ടതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആത്മിക ഫലം എന്തായിരുന്നു? കഷ്ടതയിൽ നിന്ന് ദൈവം അയച്ച മറ്റുള്ളവരുടെ മുൻപാകെ വിശുദ്ധനാണെന്ന് തെളിയിക്കേണ്ടതിന് ദൈവം അനുവദിച്ച ആ കഷ്ടതയുടെ പരിണിത ഫലം ഇയ്യോബിന്റെ വായിൽ നിന്ന് വന്ന ഒരു സാക്ഷ്യം, അവൻ എന്നെ കൊന്നാലും പറഞ്ഞിട്ട് ദൈവങ്ങൾ ഇതുപോലെ എത്ര പേർക്ക് പറയാൻ പറ്റും? നന്മ തരുമ്പോൾ മാത്രമല്ല, കഷ്ടതയുടെ കൈപ്പതിയിൽ കുടിക്കേണ്ടി വന്നാൽ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, സ്നേഹിതർ പരദൂഷണം പറഞ്ഞാൽ, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ, അവൻ എന്റെ ജീവിതത്തിൽ എന്തനുവദിച്ചാലും സ്തോത്രം ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. എന്റെ നടപ്പ് അവന്റെ മുൻപാകെ തെളിയും. ഞാനത് പറയുമ്പോ എനിക്ക് ഇയ്യോബിനെ കുറിച്ച് പറയാനുള്ള സ്തോത്രം 1-ാം വാക്യം 1-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ അവന്റെ സമ്പത്തുകളുടെ 2 വിധത്തിലാണ് ഇയ്യോബിന്റെ സമ്പത്തിനെ വേർതിരിക്കുന്നത്. ഒരാളുടെ സമ്പത്തിനെ മനുഷ്യൻ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഒരാളുടെ സമ്പത്തിന് മനുഷ്യൻ വിലയിരുത്തുന്നത് അവൻ ഉപയോഗിക്കുന്ന വാഹനം, അവൻ ധരിക്കുന്ന വസ്ത്രം, അവന്റെ വീട്, അവന്റെ വസ്തുവ. അപ്പോൾ ലോകം ഒരാളെ വിലയിരുത്തുന്നത് ഭൗതിക നന്മയോടുകൂടെയാണ്.
ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് യഹോവക്തനായ പുരുഷൻ ഇങ്ങനെ ഏതാ വീടും വാഹനവും കണ്ടുകൊണ്ട് പറയാറുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം അവന്റെ ആത്മീയ സമ്പത്തിനെ കുറിച്ച് പറയുന്നത് 1-ാം വാക്യമാണ്. യോബിന്റെ ആത്മീയ ജീവിതത്തിലെ സമ്പത്ത് എന്തായിരുന്നു? നിഷ്കളങ്കത, നേരുള്ള ജീവിതം, യഹോവ ഭക്തി, ദോഷം വിട്ടകലുക, ലോകമാടുമാടുകളെയും ലോകപുത്രസമ്പത്തിനെയും ലോക ഭൗതിക നന്മയെയും സമ്പാദ്യമായി കാണുമ്പോൾ ദൈവം നമ്മെ നോക്കി കാണേണ്ട ആത്മീയ നന്മ, സ്തോത്രം, നിഷ്കളങ്കത, ജീവിതത്തിൽ നേരോടെ ജീവിക്കുക, ദോഷം വിട്ടകലുക, യഹോവ. എനിക്കിതിനകത്ത് 1-ാമത്തെ വാക്യം ഓരോന്നും നമുക്ക് ഒത്തിരി ധ്യാനിക്കേണ്ട വേദഭാഗം. ദൈവം ആത്മീയ സമ്പ്രദായം കണ്ട 1-ാമത്തെ കാര്യം എന്താണ്? നിഷ്കളങ്കത. ആ പദപ്രയോഗം കുറെ കൂടെ നമ്മുടെ മലയാള ഭാഷയിൽ കുറെ കൂടെ ലളിതമായി പറയുകയാണെങ്കിൽ ആരോപണരഹിതൻ. അവനെ കുറിച്ച് പിശാചിന് പോലും പ്രത്യേകിച്ച് ആരോപണമൊന്നും ഉന്നയിക്കാൻ ഇല്ല. 2, കപടരഹിതൻ. കപടമില്ല. യേശുക്രിസ്തു പുതിയ നിയമത്തിലും ഭക്തനായ ഒരാളെ കുറിച്ച് കപടമില്ലാത്തവനെന്ന് വിശേഷിപ്പിച്ചു. ഈ ആരോപണരഹിതൻ, കപടരഹിതൻ എന്നൊക്കെ പറഞ്ഞാൽ അകത്തെന്താണോ അത് തന്നെയാണ് പുറത്ത്. ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ആൾ അകത്തെന്താണോ അത് തന്നെയാണ് പുറത്ത്. അങ്ങനെയുള്ളവരല്ലേ നമ്മളെല്ലാവരും. അകത്തെന്താണോ അത് തന്നെയാണ് പുറത്ത്. അകം എങ്ങനെയാണോ അത് തന്നെയാണ് വാക്ക്. അകം എന്താണോ അങ്ങനെ തന്നെയാണ് പ്രവൃത്തികൾ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കാപട്യം എന്താണ്? അതാണ് കപടമില്ലായ്മയിൽ കാപട്യം എന്താണ്? അകത്തൊന്ന് പുറത്തു മറ്റൊന്ന്. മനസ്സിലാകുന്നുണ്ടോ? യാക്കോബിനെ ആ പിതാവിന്റെ മുൻപാകെ നിൽക്കുന്ന യാക്കോബിനെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. അകത്ത് അവൻ ആരാണ്? യാക്കോബാണ്. അവന്റെ വസ്ത്രത്തിലേക്ക് നോക്കിയേ, പുറത്തവൻ ആരാണ്? യേശാവ്. മനസ്സിലാവുന്നുണ്ടോ? അകത്ത് യാക്കോബ്. അപ്പം പറഞ്ഞു, മോനെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയത്? ചുക്കുകാപ്പി കുടിക്കാത്തോണ്ടാണോ? ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം. അപ്പൊ പറയാണ്, അമ്മ തൊട്ട് നോക്കിക്കോ, പുറത്ത് ഞാൻ ആരാണ്? യേശാവ്. നന്മ കവരാൻ വേണ്ടി അകത്ത് യാക്കോബും പുറത്ത് യേശാവുമായി ജീവിക്കുന്ന ജീവിതത്തിൽ പറയുന്നവരാണ് കാപട്യമുള്ള ജീവിതം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, അകത്തും പുറത്തും ഒരുപോലെ ജീവിക്കാൻ നമുക്ക് പറ്റണം. അതാണ് നിഷ്കളങ്കമായ ജീവിതം. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. കുറെ കൂടെ പറയുക, ലളിതമായി പറയുകയാണെങ്കിൽ കപടമില്ലാത്ത ഒരു ഹൃദയം എന്നിൽ. അതിനകത്ത് ഇപ്പോൾ ഒരു ഹൃദയം ഇല്ലേ? ഇപ്പോഴൊരു ഹൃദയം ഇല്ലേ? ആ ഹൃദയത്തിന് എന്തുണ്ട്? കപടമുണ്ട്. കപടമുള്ള ഹൃദയമായിട്ട് 1 കൊല്ലത്തിലധികം ആത്മീയ ആരാധനയും രാജ്യഭരണവും നടത്തിയ ആളാണ്. അപ്പൊ കപടമുള്ള ഹൃദയമായിട്ട് പ്രസംഗിക്കാനും പറ്റും, ആരാധിക്കാനും പറ്റും, സഭായോഗത്തിൽ വരാനും പോകാനും നടത്താനും പറ്റും. മനസ്സിലാവുന്നുള്ളൂ? ദാവീദ് രാജാവിന് 1 കൊല്ലം ഒരു കുറ്റബോധം ഉണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. കപടമുള്ള ഹൃദയമായിട്ട് നടന്നവൻ, അവന്റെ ഹൃദയത്തിന്റെ കപടം ദൈവം കണ്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ. ഇന്ന് ആർക്കെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ സ്തോത്രം മൗനമായിട്ട് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഈ കപടമുള്ള ഹൃദയം എന്നിൽ നിന്ന് മാറ്റിയിട്ട് നിർമ്മലമായ ഹൃദയം എനിക്ക്. സൈന്യമെല്ലാം യുദ്ധഗണത്തിലാണ്. രാജാവ്
ആ പാപത്തെ മറയ്ക്കുവാൻ വേണ്ടി സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധകളത്തിലായിരിക്കുന്ന ഒരു പടയാളിയെ തിരിച്ചു വിളിക്കുന്നു. വളരെ കാപട്യ മനോഭാവത്തോടുകൂടി ഈ വിഷത്തിനകത്ത് ഐസ്ക്രീം പൊതിഞ്ഞു വെക്കുന്നത് പോലെ സ്നേഹത്തോടെ ഇടപെട്ട് അവനെ വീട്ടിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നു. ആ രാജ്യസ്നേഹിയായ മനുഷ്യൻ പറയുകയാണ്, എന്റെ കൂടെയുള്ള പടയാളികൾ യുദ്ധക്കളത്തിൽ കിടക്കുമ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. വിഷം കലർത്തിയ ഐസ്ക്രീം അവിടെ പരാജയപ്പെട്ടപ്പോൾ പിറ്റേ ദിവസം രാവിലെ പോകാൻ നേരത്തെ സ്തോത്രം രാജാവിന്റെ പടനായകനായ യോവാബിന് വേണ്ടി ഒരു കത്ത് ഊരിയാവിന്റെ കരത്തിൽ കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ കരത്തിനകത്ത സന്ദേശം എന്താണെന്ന് അറിയാമോ? കത്ത് കൊണ്ടുപോകുന്നവരെ കത്തിനകത്ത സന്ദേശം അറിയുന്നില്ല. ആ കത്തിലെ സന്ദേശം എന്നുള്ളത് സ്തോത്രം ഇവൻ യുദ്ധകളത്തിൽ പട്ടുപോകത്തക്കവണ്ണം യുദ്ധം കഠിനമായി വരുന്ന സ്ഥലത്തിന് എന്ത് ചെയ്യണം? സ്വന്തം സ്തോത്രം വലിയ കൊലയ്ക്കുള്ള കത്താണ് ഊരിയാവ് കൊണ്ടുപോകുന്നത്. ഇത്രമാത്രം കാവട്യം കാണിച്ചിട്ടും ആ കവടമുള്ള ഹൃദയത്തോടു കൂടിയാണ് ദാവീദ് വീണ്ടും ഈ പാട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, വളരെ ഭക്തിയോടുകൂടെ രാജാവ് കൊടുത്തയച്ച കത്ത് സ്തോത്രം യോവാബിന്റെ കയ്യിൽ ഊരിയാവ് ഏൽപ്പിച്ചു. കത്ത് തുറന്നു വായിച്ച യോവാബ് യുദ്ധം കഠിനമാകുന്ന സ്ഥലത്ത് തന്നെ ഈ കത്തുമായി വന്ന ഊരിയാവിനെ നിർത്തി. പട കഠിനമായി സ്തോത്രം ആ കത്തിനകത്ത വാചകങ്ങൾ അതിപ്രകാരം തന്നെ സംഭവിച്ചു. ആ യുദ്ധത്തിൽ സ്തോത്രം ഊരിയാവ് കൊല്ലപ്പെട്ടു. അങ്ങനെ ഊരിയാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം, ഈ ഊരിയാവിന്റെ മരണം അതികഠിന വേദനയോടുകൂടെ ഒരു യോദ്ധാവ് രാജാവിനെ അറിയിക്കാൻ ഓടി വരികയാണ്. അപ്പൊ ഈ സന്ദേശം അറിയുമ്പോൾ അയ്യോ ഊരിയാവ് പോയല്ലോ എന്നുള്ള ഭയങ്കര വേദന ദാവീദിന് ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഇവൻ വരുന്നത്. അങ്ങനെ ഊരിയാവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട വിവരം ദാവീദിനെ അറിയിക്കുമ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യം, ദൈവത്തിന് സ്തോത്രം, വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്. ഊരിയാവ് മരിച്ചാൽ നിങ്ങൾ ആരും ഭാരപ്പെടുമെന്ന് വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. ഒരു വാചകം, വാൾ അവിടെയും ഇവിടെയും. അത് സത്യമല്ലേ? യുദ്ധത്തിന് വാൾ വരുമ്പോ വാളെന്ത് ചെയ്യും? അവിടെയുള്ളവരെയും കൊല്ലും, ഇവിടെയുള്ളവരെയും കൊല്ലും. ദാവീദ് പറഞ്ഞതിന് സത്യമായ ഒരു കാര്യമല്ലേ? പടക്കളത്തിൽ നിൽക്കുന്നവൻ വാൾ അവിടെയും കൊള്ളും ഇവിടെയും കൊള്ളും, കൊല്ലുന്നത് മനസ്സിലാക്കി കൊള്ളണം. അതുകൊണ്ട് ഊരിയാവ് മരിച്ചതിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? വിഷമിക്കരുത്. രാജാവ് പറഞ്ഞത് സത്യസന്ധമായ ഒരു വാചകമാണ്. പക്ഷെ ഈ സത്യസന്ധമായ വാചകത്തിനകത്ത് ഒരു കൊടും ക്രൂരത ഉണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത്, നാവ് കൊണ്ട് പറയുന്നത് മാത്രം സത്യമായാൽ പോരാ, പറയുന്ന ആളും സത്യമായി. പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് പറയുന്ന വാക്കുകൾ ശരിയായാൽ മതി എന്നാണ്. പറയുന്ന വാക്കുകൾ ശരിയായിരിക്കുമ്പോൾ തന്നെ പറയുന്ന വ്യക്തിയും ശരിയാകണം. അതാണ് നിഷ്കളങ്കത, അതാണ് സത്യസന്ധത. വാക്കും ഹൃദയവും ഒരുപോലെ സത്യമായിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവം ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൽ സത്യമല്ല, പുറമെ നാവിൽ പറയുന്ന സത്യമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഹൃദയത്തിലെ സത്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിഷ്കളങ്കമായ ജീവിതം എന്നുള്ളത് സ്വന്തം പുറമെ കാണിക്കുന്നത് മാത്രമല്ല, അതും അങ്ങനെ തന്നെയാണ്. നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ സത്യമായിരിക്കാം. ആ സത്യം അതിനകത്ത് ചില അസത്യങ്ങളും അതിനകത്ത് ചില വഞ്ചനകളും ആ സത്യത്തിനകത്ത് ചില കെണികളും ഒക്കെ ഒരുക്കി വെച്ച് പറയാൻ പറ്റും. പറയുന്ന സത്യമാണ്, പക്ഷെ ആ സത്യത്തിൽ തന്നെ ചില കെണികളും ചില കുടുക്കുകളും ചില മറ്റുള്ളവർക്ക് ദോഷകരമായ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ സത്യത്തിനകത്ത് ഒരുക്കി വെച്ച് പറയാൻ പറ്റും. ഇത്
എല്ലാവർക്കും ഒന്നും പറ്റില്ല. അതിന് വിദഗ്ധരായ ആളുകൾ. ചില ആളുകൾക്ക് അതിന് ഭയങ്കര കഴിവാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. ഒരിക്കലും ഒരു കടലിലൂടെ ആ കടലിന്റെ മറുകര തേടി ഒരു കപ്പൽ ഇങ്ങനെ പോവുകയാണ്. ആ കപ്പൽ നയിക്കുന്ന ഒരു കപ്പിത്താനുണ്ട്, അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു അസിസ്റ്റന്റും ഉണ്ട്. ജീവിതത്തിൽ ആദ്യമായി ഈ അസിസ്റ്റന്റ് ഒരു ദിവസം മദ്യപിച്ച അസിസ്റ്റന്റിനെ കണ്ടുകൊണ്ട് ഈ കപ്പിത്താന് ആ കപ്പലിലെ പ്രധാനപ്പെട്ട ഡയറിയിൽ എഴുതി വെച്ചു, ഇന്ന് എന്റെ സഹായിയായ ഈ മനുഷ്യൻ പൂർണ്ണ മദ്യപാനായി. ആ ഡയറിയിൽ അങ്ങനെ തന്നെ കുറിച്ച് റിപ്പോർട്ട് വന്നാൽ അത് തന്റെ ഭാവിയെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ ഈ മനുഷ്യൻ ആ കപ്പിത്താൻ എഴുതി എന്നിട്ട് കാൽ പിടിച്ച് കേണപേക്ഷിച്ചു, സാറേ എന്റെ ഭാവി തകർക്കല്ലേ. അപ്പോൾ ഈ കപ്പിത്താൻ പറഞ്ഞു, ഞാൻ ഈ എഴുതിയിരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ എന്ത് എഴുതിയിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഞാൻ മദ്യപിച്ചതാണ്. പക്ഷെ സാർ അത് എഴുതാതിരുന്നാൽ എന്റെ ഭാവി രക്ഷപ്പെടും, എന്നെ തകർത്ത് കളയരുത്. അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, ഞാൻ സത്യമേ എഴുതിയിട്ടുള്ളൂ, സത്യം എഴുതിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ സത്യമേ എന്ത് ചെയ്യുള്ളൂ, എഴുതുള്ളൂ. ആ എഴുത്ത് സത്യമായിരുന്നു. ആ സത്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. അത് ആ കപ്പിത്താന് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ. പക്ഷെ ഇവന് ഒരു ദിവസം അതിനു വേണ്ടി കാത്തിരുന്നു. ചില ആളുകളെയൊക്കെ നമ്മള് ഒരു ദോഷം ചെയ്താൽ ചിലർ അന്നേരം എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ ചില ആളുകൾ അന്നേരം ഒന്നും പറയില്ല, പിന്നെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. അവസരം കിട്ടുമ്പോൾ അത് പ്രയോഗിക്കുന്നതാണ്. അപ്പൊ ഒരു ദിവസം ഈ കപ്പിത്താൻ കപ്പലിൽ ഉണ്ടാകാത്ത ഒരു ദിവസം, അത് പ്രത്യേകിച്ച് തിരക്കുള്ള യാത്രയുള്ള ദിവസമല്ല. ആ ഡയറിക്കകത്ത് ഈ സഹയാത്രികനായ അദ്ദേഹത്തെ കപ്പിത്താനെ സഹായിക്കുന്ന അസിസ്റ്റന്റ് ആയ മനുഷ്യൻ എഴുതി വെച്ചു, ഈ കപ്പലിന്റെ കപ്പിത്താൻ ഇന്ന് മദ്യപിച്ചിട്ടില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ കപ്പലിന്റെ കപ്പിത്താൻ ഈ ദിവസം ഇന്ന് തീരുന്നില്ല, മദ്യപിച്ചിട്ടില്ല. അപ്പൊ കപ്പിത്താൻ വന്ന് നോക്കിയപ്പോ തന്നെ കുറിച്ച് ഡയറി എഴുതിയിരിക്കുകയാണ്, കപ്പിത്താൻ ഇന്ന് മദ്യപിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്തുവാ? ബാക്കിയുള്ള ദിവസങ്ങളിൽ, പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങൾ മദ്യപിച്ചു എന്നെഴുതിയില്ല, ഇന്ന് വരെ തീരുന്നില്ല, മദ്യപിച്ചിട്ടില്ല. ഇതിന്റെ അപകടത്തിന്റെ ഗതി മനസ്സിലാക്കിയ ഈ കപ്പിത്താന് ഈ മനുഷ്യനോട് പറഞ്ഞു, നീ ഇത് വെട്ടിക്കളയണം, ഇത് എഴുതരുത്, കാരണം ഇതെന്റെ ഭാവിയെ ബാധിക്കും, നീ എഴുതി. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്നറിയാമോ, ഞാൻ എഴുതിയത് സത്യമാണ്, ഞാൻ ഒരു കള്ളത്തിലും എഴുതിയിട്ടില്ല, ഞാൻ എഴുതിയത് സത്യമല്ലെങ്കിൽ ഞാൻ വെട്ടിയേക്കാം. കണ്ടോ? അപ്പൊ സത്യം എഴുതുമ്പോൾ തന്നെ സത്യത്തിനകത്ത് വഞ്ചന കലർത്താനും സത്യത്തിനകത്ത് കുരുക്ക് കലർത്താനും കെണികൾ കലർത്താനും വിദഗ്ധമായി കഴിവുള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു? പറയുന്നത് സത്യമാണ്, പക്ഷെ ആ സത്യത്തിനകത്ത് എന്തുണ്ട്? ഒരു കാപട്യവും ഒരു ചതിയുണ്ട്, ഒരു വഞ്ചനയുണ്ട്. സ്തോത്രം. എന്നാൽ യോവാനായിരുന്നു നിഷ്കളങ്കനായി, രണ്ട് മുഖമില്ലാത്തവനായി. അവൻ എന്തു പറയുന്നുവോ അതായിരുന്നു അവൻ. പ്രിയമുള്ള ദൈവങ്ങളെ, ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒന്ന് ശോധന ചെയ്യുവാൻ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന വാക്കിലുള്ള സത്യമല്ല, അതോടൊപ്പം ഹൃദയത്തിന് സത്യമുണ്ടായിരിക്കണം. പറയുന്നത് സത്യമായിരിക്കുമ്പോൾ തന്നെ പറയുന്നവരും സത്യമായിരിക്കുമാറാണ്. ആരോപണരഹിതരായി കപടരഹിതരായ ഇയ്യോബിന്റെ ജീവിതത്തിൽ വളരെ കഷ്ടത കടന്നു വന്നു. അവന്റെ അന്തരംഗത്തിലെ സത്യം അറിയുന്ന കർത്താവ് അവന്റെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും അവനെ അകത്തൊരു സത്യമുണ്ടെങ്കിൽ
അകത്തൊരു സത്യമുണ്ടെങ്കിൽ സ്തോത്രം, കഷ്ടകാലത്ത് വിടിവിക്കുന്നവനായ ഒരു ദൈവം നമ്മളോട് കൂടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സത്യമാകിയിരിക്കുന്ന ദൈവം, സ്തോത്രം, ഹൃദയത്തിനകത്തൊരു സത്യമുണ്ടെങ്കിൽ ആ സത്യത്തിനനുസരിച്ച് നമ്മുടെ കഷ്ടകാലത്ത് കൂടെ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ദൈവജനത്തിന് പറയാൻ പറ്റും, അവനെ കൊന്നാലും ഞാൻ അവനായി. ജീവിതത്തിൽ ഏത് കഷ്ടത വന്നാലും, പ്രയാസം വന്നാലും, നഷ്ടങ്ങൾ വന്നാലും നമുക്ക് പറയാൻ പറ്റണം, ഏത് കഷ്ടം വന്നാലും ആരാധന ഞാൻ നിർത്തും, ഏത് രോഗം വന്നാലും പ്രാർത്ഥന നിർത്തും, ഏത് പ്രതിസന്ധി വന്നാലും വേദപുസ്തകമായ നിർത്തും. കർത്താവിനോടുള്ള എന്റെ സ്നേഹത്തിൽ നിന്ന് വേദനിക്കാൻ എന്റെ ജീവിതത്തിൽ വരുന്ന ഒരു വസ്തുതകൾ, ഒരു രോഗങ്ങൾ, ഒരു പ്രതിബന്ധങ്ങൾക്കും പ്രിയമുള്ളവരെ, അകത്ത് ഒരു മനുഷ്യനും പുറത്തും മറ്റൊരു മനുഷ്യനുമായി ജീവിച്ച് ദൈവത്തിന് അകത്ത് പോകരുത്. നാം അകത്തെന്താണോ അത് തന്നെയായി അങ്ങനെ ജീവിച്ചാൽ ഇയ്യോബിന്റെ കഷ്ടകാലത്തിൽ അവനോട് കൂടെ ഇരുന്ന് കഷ്ടം സഹിപ്പാൻ അവന് കൃപ പകർന്ന് സ്വന്തം ജീവിത അവസാനത്തിൽ നഷ്ടമായതെല്ലാം മടക്കി നൽകിയ ദൈവം, നഷ്ടമായതെല്ലാം മടക്കി നൽകിയ ദൈവം, ഈ ദൈവം നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവം ആരുള്ളൂ? അകത്തൊരു നിഷ്കളങ്കതയുണ്ടെങ്കിൽ, അകത്തൊരു ഭക്തിയുണ്ടെങ്കിൽ, ജീവിതത്തിലെ ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ ഈ ദൈവം നമ്മെ സഹായിക്കുന്നവരായ കർത്താവ് ഇവിടെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവിന്റെ മുൻപാകെ നിഷ്കളങ്കതയോടെ ജീവിച്ച്, ഭക്തിയോടെ ജീവിച്ച് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ